നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന സിനിമ ഈ ഫെബ്രുവരി 23 റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിക്കാട് സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. കാരണം ഒരുപാട് ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഫിക്ക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൊരു സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ അതിൽ നായകനായി. മുബിൻ റാഫി, ഒരു പുതിയ നായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും, നമ്മളുടെ ടീമിൻ്റെയൊക്കെ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ, അശോകൻ ചേട്ടനും വിഷ്ണു, കോട്ടൻ നസീർ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രൊഡ്യൂസറാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, കാരണം ഒരു ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് ചെയ്യുകയാണ്. കാരണം 7 മണിക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സോങ് എയറിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ ആ സോങ്ങിൻ്റെ റിലീസിംഗ് ആണ് ആദ്യം. അതിന് ആദ്യം നമ്മുടെ പ്രൊഡ്യൂസർ സാർ, കലന്തൂർ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറിലേക്ക് സിനിമ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, റാഫിക്ക ഒരു സിനിമയുടെ ബലം എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ്. റാഫിക്കയാണ് അത്. ഇത് റാഫിക്ക പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഒരാൾ വിട്ടുപോയിട്ട് സിനിമയിലില്ലെങ്കിലും നമുക്ക് വേണ്ടി വന്ന നമിത പ്രമോദ്, ദിലീപ്. നമ്മുടെ കുടുംബത്തിലെ ആളാണ്. നമ്മൾ അതിനെ പറ്റി വേറെ പറയേണ്ട കാര്യമില്ല. സിനിമയിലുള്ള അപ്പോൾ ഏതായാലും ഇനി അടുത്തത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമയെ മനോഹരമായ വിഷ്വൽസ് നൽകിയ ഷാജേട്ടൻ. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ക്യാമറമാനാണ് ഷാജേട്ടൻ. ഷാജേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സിനിമയിലെ നായകൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമയിലൂടെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഭാവിയുണ്ടെന്ന് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമ ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് നൽകിയ ആ വ്യക്തി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുബിൻ റാഫി. നായകനുള്ളപ്പോൾ പിന്നെ നായികയും വേണം നമുക്ക്. ദേവിക സഞ്ജയ്. നമുക്ക് സുപരിചിതമായ ദേവിക സഞ്ജയ്. ഇനി നമുക്ക് ആവശ്യം നമ്മളുടെ ഈ ഓഡിയോ ലോഞ്ചിലെത്തിയ വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അശോകൻ ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അരുൺ നാരായണൻ, പിന്നെ സാർ അവസരിച്ച സാർ ഒക്കെ, കോട്ടയം നസീർ ഒക്കെ ഒന്ന് വേദിയിലേക്ക്. സ്മിനു. അഭിനയിച്ചവരും നമ്മളുടെ ടെക്നീഷ്യൻസും ഒക്കെ ഒരുപാട് പേരുന്നുണ്ട്. അവരെ പതിയെ നമുക്ക് വിളിക്കാം. കാരണം എല്ലാവരുടെയും വന്ന് സ്റ്റേജിൽ അതിന് താങ്ങാനുള്ള ബലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ ക്ഷമിക്കുക. ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, എനിക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, എൻ്റെ സ്വന്തം സഹോദരൻ ശ്രീ ദിലീപിനെ ഞാൻ ഈ വേദിയിൽ നമിത പ്രമോദ്. എൻ്റെ ആദ്യ ചിത്രം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നായിക. ഇനി നമ്മുടെ ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കുന്നു. ആദ്യത്തെ
സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ 5 ഗാനങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ LED വാളിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. നമ്മളാരും വെച്ചാൽ ഞാനും നമിതയൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്നൊരുക്കുന്നൊരു സിനിമ തന്നെയാണ്. നാദൃശ്യാണെങ്കിലും റാഫ് ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ റാഫ് ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാദൃശ്യൻ തമ്മിൽ. പക്ഷേ നാദൃശ്യയുടെ സിനിമയിൽ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. ഇന്ന് റാഫ് ബേയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ആള് വല്ലാണ്ട് വളർന്നു. അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ സന്തോഷം. പിന്നെ നാദൃശ്യനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ്. അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദൃശ്യ എല്ലാവർക്കും അറിയാം. പൃഥ്വിനെയും ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി എല്ലാവരെയും വെച്ചിട്ട് നമിത. അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ച് അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ നാദൃശ്യത്തോട് ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്തായാലും ഞാൻ സിനിമ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആൽവിൻ ആൻ്റണി കൊണ്ടുപോയി. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ശ്രമിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. കട്ടപ്പനയിൽ ഋതിക് റോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ വിഷ്ണു വന്നു. ഇന്ന് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ല നിക്കർ കേട്ട മീശൊന്നുമില്ല. അല്ല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത് നിർമ്മാതാവിൻ്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പാൻറ്റ് ഊരിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിൽ പാൻറ്റ് ഇട്ടിട്ട് നനച്ചപ്പോൾ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ, വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും നന്മകളും നേരുന്നു. അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, പറഞ്ഞോട്ടെ, തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒന്ന് വരണം, അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം. വലിയ സന്തോഷം കൊടുക്കും. എവിടെയാ ഏറ്റവും ടോപ്പില്. നമസ്കാരം എല്ലാവർക്കും. ഹായ്.
അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിലെ പാട്ടുകൾ കാണാനും. കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും, ഞങ്ങളുടെ ഷിക്കിക്കും റാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ആൻഡ് ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ദേവിക, മാളവിക, ചേച്ചി, എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇതൊരു അടിപൊളി സിനിമയാവട്ടെ, ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പെട്ട സിനിമയാണ്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഹിഷാം മ്യൂസിക് ചെയ്ത് നമ്മുടെ സുഹൈൽ കോയ എഴുതിയ ഈ ഗാനം ഒന്ന് കാണാം. ഇതാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഗാനം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കയ്യടി, അത് ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന്, ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തരണം പ്ലീസ്. താങ്ക് യു. അതിനുമുമ്പ് ദേവിക, ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി, സോ സോറി.